ചാപ്റ്റർ 5 ഫുഡ് പ്രിസർവേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫുഡ് സ്പോയിലേജ് ആണ്. ഫസ്റ്റ് ഇടുന്ന ടോപ്പിക്ക് ഫുഡ് സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫുഡിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന് നമ്മുടെ എയറോ ഹീറ്റോ ലൈറ്റോ മോയ്സ്ചറോ മൂലം എന്ത് ചെയ്യുന്നു, മാറ്റം വരികയും അതിലേക്ക് മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ ഫുഡ് നമ്മൾ എന്ത് പറയുക, സ്പോയിലായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, ഈ 5 പോയിൻറ്റും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്തു മുറിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റി വെക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഡേർട്ടി ആവുകയോ അങ്ങനെ ഇതാകുമ്പോഴാണ് എന്ത് പറയുന്നത്, ഫുഡ് കേടുവരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ കെയർലെസ് ആയിട്ട് നമ്മളൊരു ഫുഡ് ഹാൻഡിൽ ചെയ്താൽ എന്തുവരും, ഫുഡ് കേടുവരും. സോ അതാണ് ഇംപ്രോപ്പർ ഹാൻഡ്ലിങ്ങിൽ പറയുന്നത്. ഇംപ്രോപ്പർ സ്റ്റോറേജ്, ഇംപ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോൾ ചില വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം, ചിലതെന്നാൽ പുറത്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ മീറ്റും അതുപോലെ തന്നെ ഫിഷൊക്കെ നമ്മൾ എന്താണ്, ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോഴാണ് അത് കേടുവരാതിരിക്കുള്ളൂ. സോ ഓരോ വസ്തുക്കളും അതിനാവശ്യമായിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. അതർവൈസ് അതെന്ത് ആയിപ്പോകും, സ്പോയിലായി പോകും. അടുത്തത് ഇനാഡിക്വേറ്റ് പ്രിപ്പറേഷൻ ആൻഡ് കുക്കിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വസ്തു കുക്ക് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കെയർഫുൾ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. പ്രോപ്പറായിട്ടൊരു വസ്തു കുക്ക് ചെയ്യണം, എന്നാൽ എന്തില്ല, അത് കേടുവരില്ല. അതർവൈസ് അതെന്ത് ചെയ്യും, കേടുവരാൻ ചാൻസ് ഉണ്ട്. കെയർലെസ് പാക്കേജിങ്, അതായത് നമ്മളൊരു വസ്തു പാക്ക് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്, അതിലേക്ക് ബാക്ടീരിയയോ മോയ്സ്ചറോ ഒക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇൻവെൻഷൻ ഓഫ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം, അതുപോലെ തന്നെ ഫുഡിലേക്ക് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, ഈസ്റ്റ്, മൗൾഡുകളെയൊക്കെ ഇൻവെൻഷൻ, ഇതൊക്കെ ആ ഒരു ഫുഡിലേക്ക് വന്നാൽ ആ ഫുഡ് എന്ത് ചെയ്യുന്നു, കേടുവരുന്നു. ഈ ഹാംഫുൾ മൈക്രോ ഓർഗാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗൾഡ്, ഈസ്റ്റ് അതുപോലെ തന്നെ ബാക്ടീരിയയൊക്കെയാണ്. മൗൾഡ് എന്ന് പറയാൻ നമുക്കറിയാം, നമ്മൾ ബ്രെഡൊക്കെ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ പോലെ വരുമല്ലോ, ബ്രെഡ് പൂത്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സോ ആ കണ്ടീഷനാണ് മൗൾഡ്. അതൊരു ഡീക്കേ ആയിട്ടുള്ള ഫുഡിലൊരു ത്രെഡ് ലൈക്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ കണ്ണിന് ചിലപ്പോൾ കാണാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സംഭവമാണിത്. സോ ഈസിലി വിസിബിൾ ടു ഐ. പിന്നെ ഈ ഒരു വസ്തു നമ്മൾ കഴിച്ചാൽ നമുക്ക് വൊമിറ്റിങ്, നൗസിയ അല്ലെങ്കിൽ ഇൽനെസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അഫ്ലാടോക്സിൻ ഈസ് എ മൈക്കോടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ അസ്പാലിയസ് സ്പീഷ്യസ് ഓഫ് ഫംഗീസ് കോമൺലി സീൻ ഔട്ടർ സർഫസ് ഓഫ് ഫുഡ് ലൈക്ക് പീനട്ട് സ്പീഷ്യസ്, കോളിഫ്ലവർ. ഈ കോളിഫ്ലവർ സ്പീഷ്യസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് നമ്മൾ അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വസ്തു എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫംഗിയുടെ അസ്പാലിയസ് സ്പീഷ്യസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്, വളരെയധികം ഹാംഫുൾ ആണ് നമ്മുടെ ബോഡിക്ക്. സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈസ്റ്റ് എന്ന് പറയാൻ നമുക്കറിയുന്ന ഒരു സാധനമാണ്. ഫെർമെൻറ്റേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ഈസ്റ്റ്. പിന്നെ ഈസ്റ്റിൽ നല്ല ഈസ്റ്റുകളും ഉണ്ട്, അതുപോലെ തന്നെ ഫാൾസ് ഈസ്റ്റുകളും ഉണ്ട്. ഈ നല്ല ഈസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യാനും ഫെർമെൻറ്റഡ് ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ചില ഈസ്റ്റുകൾ എന്താണ്, നമുക്ക് ഹാംഫുൾ ആണ്. സോ അതെന്താണ്, ജാമ്, ജെല്ലീസ് അതിലൊക്കെയാണ് മെയിനായിട്ട് ഇതെന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ബാക്ടീരിയ. ഇതിൻ്റെ സൈസ് ഈസ്റ്റ്, മൗൾഡിനെക്കാളിലൊക്കെ എന്താണ്, ഏറ്റവും ചെറുതാണ്. ഈ ബാക്ടീരിയകളാണ് അധികം ഫുഡിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ടീരിയൻ്റെ ഷേപ്പും കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കോക്കസ്, ബസിലസ്, സ്പിരിലിയം ഒക്കെയാണ് അതിൻ്റെ ഷേപ്പുകൾ. സോ ബാക്ടീരിയ മൂലവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫുഡ് സ്പോയിലാകുന്നുണ്ട്. ഫുഡ് പോയിസണിങ്ങിന് വരെ കാരണമാകുന്ന ഒരു സംഭവമാണ് ഈ ബാക്ടീരിയ. ഈ ബാക്ടീരിയയിൽ ക്ലോസ്ട്രീഡിയം പെർഫറൻസ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിൻ, സാൽമോണ സ്പീഷ്യസ്, സ്റ്റെഫിലോകോക്കസ് സ്പീഷ്യസ് ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഫുഡ് പോയിസണിന് കാരണമാകുന്ന ബാക്ടീരിയ. ഇതൊന്ന് പഠിക്കണം കേട്ടോ. ഈ എന്താണ്, ഫുഡ് പോയിസണിങ്ങിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാ ചോദിച്ചാൽ ക്ലോസ്ട്രീഡിയം പെർഫറൻസ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിൻ, സാൽമോണല്ല സ്പീഷ്യസ്, സ്റ്റെഫിലോകോക്കസ് സ്പീഷ്യസ്. ഇത് പഠിക്കണേ, 1 മാർക്കിനായിട്ട് ചോദിക്കാം.
1 മാർക്കിന് ചോദിക്കുള്ളൂ കേട്ടോ അത്. ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ബാക്ടീരിയാസ് ഫോർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഇറ്റ് ഷുഡ് ബി പ്രൊസീഡ് 160 ഡിഗ്രി സെൽഷ്യസ് പ്രഷർ ക്യാനർ. അതായത് ബാക്ടീരിയ നമുക്ക് 160 ഡിഗ്രി പ്രഷർ ക്യാനിൽ വെച്ചുള്ളതിന് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ പറയുന്നത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി മൂലം ഫുഡ് സ്പോയിൽ ആവുന്നതാണ്. എൻസൈംസ് ഉണ്ടല്ലോ, എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നാച്ചുറലി പ്രസൻറ്റ് ചെയ്യുന്ന എൻസൈംസും ഉണ്ട്, നമ്മുടെ ബോഡിയിൽ എൻസൈംസ് പ്രസൻറ്റ് ചെയ്യുന്ന നാച്ചുറൽ എൻസൈംസ്, എല്ലായിടത്തും എൻസൈമിൻ്റെ ആക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്ത് മുറിച്ച് വെച്ചാൽ ആപ്പിളിന് എന്ത് ചെയ്യുന്നു, കളർ ചേഞ്ച് വരും. സോ അതിനുള്ള കാരണം എന്താണ്, അവിടെ എൻസൈമായിട്ടുള്ള ആക്ഷൻ പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ എൻസൈം ആക്ഷൻ മൂലവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫുഡ് സ്പോയിലാകുന്നുണ്ട്. പിന്നെ പറയുന്നത് സ്പോയിലേജ് ബൈ ഇൻസെക്റ്റ്, പാരസിറ്റ്സ്, റോട്ടൻസ്. അതായത് ഫുഡിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാണികളോ അല്ലെങ്കിൽ എലികളോ പാരാസിറ്റുകളോ ഒക്കെ ഒന്ന് ചാടിയാലും ഫുഡ് എന്ത് ചെയ്യുന്നു, കേടുവരുന്നു. സോ ഇതൊക്കെ കാരണം എന്താണ്, ഫുഡ് കേടുവരും. അപ്പോൾ ഈസി അല്ലേ ഇത് ഫുഡ് സ്പോയിലേജ് നിർബന്ധമായിട്ട് പഠിക്കൽ. എക്സാമിന് എന്തായാലും ഫുഡ് സ്പോയിലേജ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഫുഡ് സ്പോയിലേജ് എങ്ങനെ എഴുതണം ആൻസർ, ഇംപ്രോപ്പർ സ്റ്റോറേജ്. ഒരു 3 മാർക്കിനൊക്കെ ആണെങ്കിൽ 3-4 പോയിന്റുകൾ എഴുതിയാൽ മതി. ഈ മെയിനായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇംപ്രോപ്പർ സ്റ്റോറേജ്, ഇംപ്രോപ്പർ ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള കുക്കിംഗ്, പിന്നെ വരുന്നത് കെയർലെസ് ആയിട്ടുള്ള പാക്കിങ്, പിന്നെ മൈക്രോ ഓർഗാനിസം, ഫുഡിലേക്ക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻവെൻഷൻസ്. ഇതൊക്കെ മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് കേടുവരുന്നത്. ബാക്ടീരിയ, ഈസ്റ്റ്, അതുപോലെ തന്നെ മൗൾഡ്, റോട്ടൻസ്, എൻസൈംസ്, ഇതിൻ്റെയൊക്കെ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. സോ അവിടുന്ന് ഇത്രേ ഉള്ളൂ പഠിക്കാൻ. പിന്നെ വരുന്നത് ഫുഡ് പ്രിസർവേഷൻ ആണ്. ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾ മസ്റ്റായിട്ട് പഠിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഫുഡ് പ്രിസർവ് ചെയ്യാനുള്ള കാരണങ്ങൾ, ഫുഡ് പ്രിസർവ് ചെയ്യുന്നത് നമ്മൾ ഫുഡ് ഡയറ്റിൽ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു വർഷം മുഴുവൻ ഈ ഒരു ഫുഡ് ആവശ്യമുണ്ട്. സോ അത് കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്. ഇവിടെ ഒരു 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് അഥവാ ഫുഡ് പ്രിസർവേഷൻ്റെ റീസൺ ചോദിച്ചാൽ 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്താൽ വെറൈറ്റി ടു ആഡ് വെറൈറ്റി ടു ഡയറ്റ് ടു മേക്ക് ഫുഡ് അവൈലബിൾ ത്രൂ ഔട്ട് ദ ഇയർ, ത്രൂ ഉള്ള ആൻസർ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ്. ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു 4 മാർക്കിനോ 2 മാർക്കിന് ചോദിച്ചാൽ ഈ പ്രിൻസിപ്പിൾസ് മാത്രം എഴുതിയാൽ മതി. അതായത് പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡികമ്പോസിഷൻ ബൈ കില്ലിംഗ് മൈക്രോ ഓർഗാനിസം, പ്രിവെൻഷൻ ഓഫ് ഡിലേ ഓഫ് സെൽഫ് ഡികമ്പോസിഷൻ ഓഫ് ഫുഡ്, പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ബൈ ഇൻസെക്ട്, ആനിമൽ, മെക്കാനിക്കൽ കോസ് എക്സെട്ര. ഈ 4 പോയിന്റുകൾ ഉണ്ടല്ലോ, അത് മാത്രം എഴുതിയാൽ മതി. ബട്ട് അതൊരു 6 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക പറഞ്ഞാൽ പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡികമ്പോസിഷൻ, അതിൽ പറയുന്നത് ബൈ കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം, ബൈ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം, ബൈ ഹിൻഡറിങ് ദി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം. ഈ 3 കാര്യങ്ങളാണ് ആദ്യത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ബൈ കീപ്പിംഗ് ഔട്ട് മൈക്രോ ഓർഗാനിസം അസെപ്സിസ് ആണ്. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ എഗ്ഗ്, അതുപോലെ തന്നെ മറ്റ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഷെല്ലുകൾ ഉണ്ടല്ലോ, അതാണ് ഇവിടെ മെയിനായിട്ട് ബൈ അസ്പെസിസിൽ പറയുന്നത്. ബൈ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ പറയുന്നത് നമ്മൾ ഫിൽറ്ററൊക്കെ ചെയ്തിട്ടുള്ള വാട്ടർ ഉണ്ടല്ലോ, അതായത് ഇറ്റ് ഈസ് ദ ലിമിറ്റ് ടു പ്രിസർവേഷൻ ഓഫ് ക്ലിയർ ലിക്വിഡ്സ് പ്രിസർവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണിത്. ഫിൽട്രേഷന് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈക്രോ ഓർഗാനിസത്തിനെ ഒഴിവാക്കുക. ഹിൻഡറിങ് ദി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം പറയുന്നത് ഡ്രൈയിങ് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ അനാറോബിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ഫുഡ് പ്രിസർവ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ കുറയ്ക്കുക, ടെമ്പറേച്ചർ കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ബൈ കില്ലിങ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ, അതായത് മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്നതാണ് അടുത്ത പ്രിൻസിപ്പിൾ. ഹീറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്തിട്ടോ എന്ത് ചെയ്യുകയാണ്, ഫുഡിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. പിന്നെ 3ാമത്തെ പ്രിൻസിപ്പിൾ പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് സെൽഫ് ഡികമ്പോസിഷൻ ഓഫ് ഫുഡ്, അതായത് ഫുഡ് ഡികമ്പോസിഷൻ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിവെൻറ്റ് ചെയ്യാണ്. അത് എൻസൈം ഡിസ്ട്രക്ഷൻ മൂലവും അതുപോലെ തന്നെ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇതാക്കാൻ വേണ്ടി സാധിക്കും. ഡിസ്ട്രക്ഷൻ ഓഫ് എൻസൈമിൽ പറയുന്നത്
നമ്മൾ ഫുഡിലേക്ക് ഒരു മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ബ്ലാഞ്ചിങ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അതായത് സെൽഫ് ഡികമ്പോസിഷൻ ഓഫ് ഫുഡ്, ദ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഗിവൺ ടു വെജിറ്റബിൾ ബിഫോർ എയ്തർ കാനിങ് ഓഫ് ഫ്രീസിങ് കോൾഡ് ബ്ലാഞ്ചിങ്. അതായത് ഫ്രീസറിൽ വെച്ച് ഫുഡ് ഉണ്ടല്ലോ, ഫ്രീസറിൽ വെക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഫുഡിന് ഒരു ചെറുതായിട്ട് ചൂട് കൊടുക്കുക. ചൂട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലുള്ള എൻസൈംസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുക. ആ ഒരു മെത്തേഡിനാണ് നമ്മൾ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാഞ്ചിങ് എന്താണ്? നിർബന്ധമാണ്. എൻസൈം ഡിസ്ട്രക്ഷൻ ഒരു എക്സാമ്പിളാണ് എന്ത്? ബ്ലാഞ്ചിങ്. ഓക്കെ, പിന്നെ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. അടുത്തത് പിന്നെ വരുന്നത് പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ബൈ ഇൻസെക്റ്റ്, ആനിമൽസ്, മെക്കാനിക്കൽ കോസ്. ഫുഡ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴോ നമ്മുടെ കയ്യിലുള്ള ഡേർട്ടി മൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂലം, അല്ലെങ്കിൽ ഫുഡിലേക്ക് ഏതെങ്കിലും തരം ഇൻസെക്റ്റോ മറ്റോ കാര്യങ്ങൾ ഫുഡിലേക്ക് വന്നാലൊക്കെ ഫുഡ് എന്ത് ചെയ്യുന്നു? സ്പോയിലേജ് ആകുന്നു. സോ നമ്മൾ എന്ത് ചെയ്യണം? ഹൈജീനിക്കായിട്ട് എപ്പോഴും ഫുഡ് സേവ് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കണം. ഇതാണ് 4 ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ സിമ്പിളാണ് പ്രിൻസിപ്പിൾ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് മൈക്രോബിയൽ ഡികമ്പോസിഷൻ ബൈ കില്ലിംഗ് മൈക്രോ ഓർഗാനിസം, പ്രിവെൻഷൻ ഓർ ഡിലേ ഓഫ് സെൽഫ് ഡികമ്പോസിഷൻ ഓഫ് ഫുഡ്, പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ബൈ ഇൻസെക്ട്സ്, ആനിമൽസ്, മെക്കാനിക്കൽ കോസ്. ഓക്കെ, പിന്നെ പറയുന്നത് ഫുഡ് പ്രിസർവേഷൻ്റെ മെത്തേഡ്സ് ആണ്. 2 മെത്തേഡ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ബാക്ടീരിയോസ്റ്റാറ്റിക് മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം, ചിലപ്പോൾ ബാക്ടീരിയോസൈഡൽ മെത്തേഡ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. 2 ചോദിച്ചാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിന് ഇതും ചോദിക്കാം. എന്താണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് സൺ ഡ്രൈയിങ് പറഞ്ഞാൽ, സ്മോക്കിംഗ് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയും ചോദിക്കാം. അതിൽ മെയിനായിട്ട് കണ്ടുവരുന്നത്, മെയിനായിട്ട് ചോദിക്കാറുള്ളത് ഫ്രീസ് ഡ്രൈയിങ് ചോദിക്കാറുണ്ട് എക്സാമിന്. അതുപോലെ തന്നെ ചില്ലിങ്, സെല്ലുലാർ സ്റ്റോറേജ്, യൂസ് ഓഫ് ലോ ടെമ്പറേച്ചർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൽ ബാക്ടീരിയോ സ്റ്റാറ്റിക്കിലാട്ടോ നമ്മൾ പറഞ്ഞത്. ബാക്ടീരിയോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? Altering environmental condition, the prevent growth of microorganism can be helped to preserve food. Such a condition is called bacteriostatic. അതായത് നാച്ചുറൽ മൂലം നമ്മൾ എന്ത് ചെയ്യാണ്? മൈക്രോ ഓർഗാനിസം ഫുഡിലേക്ക് വരുന്നത് തടയുക. അതായത് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യാണ്? നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. മൈക്രോ ഓർഗാനിസം വളരണമെങ്കിൽ അവർക്ക് മോയ്സ്ചർ വേണം. സോ മോയ്സ്ചർ ഉണ്ടാവുക എപ്പോഴാണ്? വാട്ടർ ഉണ്ടാവുമ്പോഴാണ് മോയ്സ്ചർ ഉണ്ടാവുക. അപ്പോൾ ആ ഫുഡിലുള്ള മോയ്സ്ചർ നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫുഡിലേക്ക് മൈക്രോ ഓർഗാനിസം വരില്ല. അതുപോലെ തന്നെ പിന്നുള്ളത് സൺ ഡ്രൈയിങ് ആണ്. സൺ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ അറിയാം, എന്താ? സൂര്യപ്രകാശം മൂലം ഫുഡ് എന്താണ്? ഡ്രൈ ചെയ്യുക. അപ്പോൾ അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു പോകും. പിന്നെ വരുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിറകൊക്കെ വെച്ച് കത്തിച്ച് ഇതാക്കുമല്ലോ, ബേൺ ചെയ്യുമല്ലോ, അതാണ് സ്മോക്കിങ്ങിൽ പറയുന്നത്. മീറ്റും ഫിഷും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കുക്ക് ചെയ്തിട്ട് എടുക്കുക. സോ അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? നശിച്ചു പോകും. അഡീഷൻ ഓഫ് സാൾട്ട് ആൻഡ് ഷുഗർ, അതുപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമല്ലോ, അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ്? ഉപ്പ് അതേപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് അച്ചാർ ഉണ്ടാക്കുക. സോ അതും മൂലം എന്ത് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസം കില്ല് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് എന്ത് ചെയ്യാം? കുറേ കാലത്തിന് പ്രിസർവ് ചെയ്ത് വെക്കാം. പിന്നെ പറയുന്നത് യൂസ് ഓഫ് ഓയിൽസ് ആൻഡ് സ്പൈസസ് ആണ്. അതായത് കുറേ ഓയിലുകൾ ഉണ്ടല്ലോ, നമ്മളൊരു ഫുഡിൻ്റെ മേലെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് കുറേ കാലത്തിന് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഈസ്റ്റും മൗൾഡുകളൊന്നും എന്ത് ചെയ്യൂല? ഗ്രോ ചെയ്യൂല. ഓക്കെ, പിന്നെ സ്പീസസിൽ പറയുന്നത് ടർമറിക് പൗഡർ, പെപ്പർ പൗഡറൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ വളരെയധികം എഫക്റ്റീവുള്ള ആൾക്കാരാണ് ഈ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ. സോ അതിനൊക്കെ ഒരു ബാക്ടീരിയോസ്റ്റാറ്റിക് എഫക്റ്റ് ഉണ്ട്. പിന്നെ യൂസ് ഓഫ് ആസിഡ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് സ്പോയിൽ ആവുന്നത് തടയാൻ വേണ്ടി സാധിക്കും. വിനാഗിരി, അതുപോലെ തന്നെ ലെമണിലുള്ള സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആസിഡ്സുകൾ. ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് യൂസ് ചെയ്യുന്ന ആസിഡുകളാണ് ഇതൊക്കെ: അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡുകളൊക്കെ. പിന്നെ യൂസ് ഓഫ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, കുറച്ച് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. യൂസ് ഓഫ് ലോ ടെമ്പറേച്ചർ
കുറയ്ക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻസൈംസിൻ്റെ ആക്ഷന് കുറക്കാൻ വേണ്ടി സാധിക്കും, മൈക്രോബിയൽ ഗ്രോത്ത് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രിസർവ് ചെയ്യാം. ഈ ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് സെല്ലുലാർ സ്റ്റോറേജ്, റെഫ്രിജറേഷന്, അതുപോലെ തന്നെ ഫ്രീസ് ഡ്രൈയിങ് ഒക്കെ. കോൾഡ് സ്റ്റോറേജ്, ടെമ്പറേച്ചർ, ഈ നാലും എന്താണ്, ലോ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. സെല്ലുലാർ സ്റ്റോറേജിൽ 15 ഡിഗ്രിക്ക് താഴെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫുഡ് സ്റ്റോർ ചെയ്യുന്നൊരു മെത്തേഡാണ് എന്ത്, സെല്ലുലാർ സ്റ്റോറേജ്. ഇത് മെയിൻലി ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ മെനി വില്ലേജസ് യൂഷ്വലി നോട്ട് മച്ച് ബിലോ ദാറ്റ് ഔട്ട്സൈഡ് എയർ ആൻഡ് ഇൻ സെൽഡം ലോവർ ദാൻ 50 ഡിഗ്രി സെൽഷ്യസ്. അതായത് സാധാരണ സ്ഥലത്തിനെക്കാട്ടിലും 15 ഡിഗ്രി സെൽഷ്യസിന് കുറവുള്ള സ്ഥലത്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. പൊട്ടാറ്റോ, ഓനിയൻ ഒക്കെയാണ് മെയിനായിട്ട് ഇതിനുള്ള എക്സാമ്പിൾ. പിന്നെ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ഡിഗ്രി ടു 5 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫുഡ് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ്. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നത് ഇതല്ല കേട്ടോ, ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നത് ഇതാണ്, കോൾഡ് സ്റ്റോറേജ് ടെമ്പറേച്ചറാണ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നത്. റെഫ്രിജറേറ്റും ചില്ലിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ തണുപ്പുള്ള ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഫ്രീസറിൻ്റെ താഴെയുള്ള ആ സെക്ഷൻ ഉണ്ടല്ലോ അവിടെ സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത് ഇവിടെ. പിന്നെ കോൾഡ് സ്റ്റോറേജ് ടെമ്പറേച്ചറിൽ, ഫ്രീസിങ് ടെമ്പറേച്ചറിലാണ് എന്ത് പറയുന്നത്, -ഡിഗ്രി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നത്, പൗൾട്രി, ഫിഷ് കാര്യങ്ങളൊക്കെ. ഫ്രീസ് ഡ്രൈയിങ്ങിൽ പറയുന്നത്, ഫ്രീസ് ഡ്രൈയിങ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഫുഡ് ഈസ് ഫ്രോസൺ ആൻഡ് ദ വാട്ടർ ഫ്രം ദ ഫുഡ് റിമൂവ്ഡ് അണ്ടർ വേക്കും. ഫുഡ് എന്താണ്, നല്ല ഐസും കട്ടയാണ്, എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഫുഡ് പുറത്തേക്ക് എടുത്തിട്ട് അതിലുള്ള വെള്ളം എന്ത് ചെയ്യുന്നു, വാക്വത്തിലൂടെ പോവുകയാണ്. അതായത് നീരാവിയായിട്ട് ഫുഡ് പോവുകയാണ്. അതായത് സോളിഡ് കണ്ടീഷനിൽ ലിക്വിഡ് കണ്ടീഷനിലാകാതെ എന്താണ്, നീരാവിയായിട്ട്, വാട്ടർ വേപ്പറായിട്ട് എന്ത് ചെയ്യാണ്, പോകുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അല്ല എക്സാമ്പിളാണ് ഇൻസ്റ്റൻറ്റ് കോഫി, പ്രാവൺസ്, ഗ്രീൻ പീസ് ഒക്കെ. ഓക്കെ, പിന്നെ വരുന്നത് ബാക്ടീരിയോസൈഡൽ മെത്തേഡാണ്. ബാക്ടീരിയോസൈഡൽ മെത്തേഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്, ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ ഓഫ് ബോയിലിംഗ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് കാനിങ്. എന്താണ് പാസ്ചറൈസേഷൻ ചോദിക്കാം, എന്താണ് കാനിങ് എന്ന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുത്തിട്ട് അതിന് നേരെ എന്താ, ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തിട്ട് നേരെ എന്തെടുക്കും, പാസ്ചറൈസേഷൻ കൊടുക്കും. പിന്നെ ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കും, അപ്പോൾ എന്താണ്, ഡാഷ് ഈക്കരം, അപ്പോൾ നമ്മൾ അവിടെ ബോയിലിംഗ് വാട്ടർ എഴുതണം. പിന്നെ കൊടുക്കും ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ഡാഷ് കാനിങ്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കും. അത് 1 മാർക്കിനേക്കാരം, ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് ബാക്ടീരിയോസൈഡൽ മെത്തേഡ്സ് എന്ന് ചോദിച്ചാൽ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ, പാസ്ചറൈസേഷനാണ് ഈ മിൽക്കിൻ്റെയൊക്കെ മെത്തേഡിൽ നമ്മൾ പാസ്ചറൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് എത്തണ്ട, ഒരു 72 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിലുള്ള ബാക്ടീരിയകളൊക്കെ നശിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, കറക്റ്റ് ഫുഡായിട്ട് കിട്ടുന്നു. അതാണ് പാസ്ചറൈസേഷന്. ബോയിലിംഗ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിൽ കുക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് എന്ത്, ടെമ്പറേച്ചർ ഓഫ് ബോയിലിംഗ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് കാനിങ്, പ്രഷർ കുക്കറിൻ്റെയൊക്കെ കേസാണ് ഇവിടെ പറയുന്നത്. അതായത് കൂടുതൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ് നമ്മൾ കൊടുക്കുക, നമ്മൾ ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്തിട്ടുള്ള ആ ഒരു മെത്തേഡ്. അത്രയേ ഉള്ളൂ അതിൽ പറയുന്നത്. അപ്പോൾ ഫുഡ് പ്രിസർവേഷൻ അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫുഡ് പ്രിസർവേഷനുള്ള 2 മെത്തേഡ്സ് ഉണ്ട്. ബാക്ടീരിയോസ്റ്റാറ്റിക് മെത്തേഡുണ്ട്, ബാക്ടീരിയോസൈഡൽ മെത്തേഡുണ്ട്. ബാക്ടീരിയോസൈഡൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫുഡ് കൊല്ലുന്നത്. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോ ഓർഗാനിസത്തിനെ ഫുഡിൽ നിന്നും റിമൂവ് ചെയ്യുന്ന മെത്തേഡുകളാണ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് പ്രിസർവ് ചെയ്യാനുള്ള കാരണം ചോദിച്ചാൽ, ഫുഡിലേക്ക് വെറൈറ്റി കൊണ്ടുവരാനും കുറേ കാലം നമുക്ക് ആ ഫുഡ് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഫുഡ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഫ്രീസ് ഡ്രൈയിങ് എന്തായാലും പഠിക്കണം കേട്ടോ നിങ്ങൾ, ഫ്രീസ് ഡ്രൈയിങ് പഠിക്കണം. പിന്നെ സൺ ഡ്രൈയിങ്, ഡീഹൈഡ്രേഷൻ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അഥവാ ഈ ബാക്ടീരിയോസ്റ്റാറ്റിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ.
പിന്നെ വരുന്ന ടോപ്പിക്ക്, അതായത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. സോ ഈ ചാപ്റ്റർ എന്താണ്, വളരെയധികം സിമ്പിളാണ്. സിമ്പിളായത് ഇതിൽ ആകെ പഠിക്കാനുള്ളത് ആ സ്പോയിലേജ് ഉണ്ടല്ലോ, ഫുഡ് സ്പോയിലേജ് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഫുഡ് സ്പോയിലേജിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ ഈ ടെമ്പറേച്ചർ, ഇതിന്ന് ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ എന്തിനാണ് ഫുഡ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഫുഡിനുള്ള പ്രിൻസിപ്പിൾസ് പഠിക്കണം. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കോസസ് ഓഫ് ഫുഡ് സ്പോയിലേജ് ആണ് വരുന്നത് മെയിനായിട്ട്. ഫുഡിൻ്റെ സ്പോയിലേജിനുള്ള കാരണങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്ന മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓഡ് 1 ഔട്ട്, അതായത് പാസ്ചറൈസേഷൻ, ഫോർട്ടിഫിക്കേഷൻ, ജെർമിനേഷൻ, ഫെർമെൻറ്റേഷൻ, ഇങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു ഓഡ് 1 ഒറ്റൊന്നിനെ തിരഞ്ഞെടുക്കുക. ഇതിൽ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്കാണ് എക്സാമ്പിൾ. കാരണം 100 ഡിഗ്രിക്ക് താഴെ ചൂടാക്കുന്നതിന് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ. ഫോർട്ടിഫിക്കേഷനും ജെർമിനേഷനും ഫെർമെൻറ്റേഷനും ന്യൂട്രിയൻ്റ് എൻഹാൻസ് ചെയ്യുന്ന മെത്തേഡാണ്. അത് നമ്മൾ ചാപ്റ്റർ 2 പഠിച്ച മെത്തേഡാണ്. സോ ഇവിടെ ആൻസർ എന്താണ്, പാസ്ചറൈസേഷൻ ആണ്. പിന്നെ വരുന്നത് ഫൈൻഡ് ഔട്ട് ബാക്ടീരിയോസൈഡൽ മെത്തേഡ് ഫ്രം ദ ഫോളോയിങ്, അതായത് താഴെ കൊടുത്തിട്ടുള്ളതെന്ന് ബാക്ടീരിയോസൈഡൽ മെത്തേഡ് കണ്ടുപിടിക്കാനാണ്. ബാക്ടീരിയോസൈഡൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്ന മെത്തേഡാണ്. ബാക്ടീരിയോസൈഡൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ്. സോ ബാക്ടീരിയോസൈഡൽ മെത്തേഡ് ഇതിലേതാണ്, ക്യാനിങ് ആണ്. ക്യാനിങ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഒരു ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ 100 ഡിഗ്രിക്ക് മേലെ ടെമ്പറേച്ചർ കൊടുക്കുന്ന മെത്തേഡ് നമ്മൾ ക്യാനിങ് എന്ന് പറയുന്നത്. ഫ്രീസ് ഡ്രൈയിങ്, സ്മോക്കിങ്, സൺ ഡ്രൈയിങ് ഒക്കെ പറഞ്ഞാൽ എന്താണ്, ഈ നാച്ചുറലി നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് പാസ്ചറൈസേഷൻ, അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ആ ഒരു മെത്തേഡ് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നു. ഇഫ് ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി സെൽഷ്യസ്, എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്താൽ അതിനെന്താ പറയുക, ക്യാനിങ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലെ ആൻസറും ക്യാനിങ് തന്നെയായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, ക്യാനിങ് ആണ്. ഇത് 3 എന്താണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അനലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഫുഡ് സ്പോയിലേജ്. ഫുഡ് സ്പോയിലേജിൻ്റെ കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഏതാണ്, ഇംപ്രോപ്പർ ഹാൻഡിലിങ്, ഇംപ്രോപ്പർ ആയിട്ടുള്ള കുക്കിംഗ്, ആഡ്ക്വേറ്റ് കുക്കിംഗ്, ഇംപ്രോപ്പർ സ്റ്റോറേജ്, പിന്നെ ഹാർംഫുൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻവെൻഷൻ, കെയർലെസ് പാക്കിംഗ്, ഇതൊക്കെയാണ് എന്ത്, ഫുഡ് സ്പോയിലേജിന് കാരണമാകുന്നത്. പിന്നെ സ്റ്റേറ്റ് ദ മെയിൻ റീസൺ ഫോർ വൈ ഫുഡ് ഈസ് പ്രിസർവ്ഡ്, എന്തുകൊണ്ടാണ് നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുന്നത്, അതിനുള്ള മെയിൻ കാരണങ്ങൾ. 3 മാർക്കിനാണ്. ടെക്സ്റ്റ് ബുക്കിൽ 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഡയറ്റിൽ വെറൈറ്റി കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ഫുഡ് ത്രൂ ഔട്ട് ഒരു ഇയർ നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഫുഡ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്, അത് പഠിക്കണം. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് കോസ് ദ കളർ ചേഞ്ച് വെൻ കട്ട് ദ ആപ്പിൾ, അതായത് നമ്മൾ ആപ്പിൾ കുറച്ച് നേരം മുറിച്ച് വെച്ചാൽ കളർ ചേഞ്ച് വരും. അതിനുള്ള കാരണം എന്താണ്, അതിൻ്റെ കാരണം എൻസൈം ആക്ടിവിറ്റി മൂലമാണ് എന്ത് ചെയ്യുന്നത്, എൻസൈമിൻ്റെ ആക്ഷൻ മൂലമാണ് കളർ ചേഞ്ച് വരുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യന്, ലിസ്റ്റ് ഔട്ട് 4 പ്രിൻസിപ്പിൾ ഓഫ് ഫുഡ് പ്രിസർവേഷൻ. ഫുഡ് പ്രിസർവേഷൻ്റെ 4 പ്രിൻസിപ്പിൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ളൂ, അതായത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ 4 പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ആ 4 പ്രിൻസിപ്പിൾ അതുപോലെ എഴുതിയാൽ മതി. വേണമെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസും ഒന്ന് എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് ഫുഡ് സ്പോയിലേജ് പഠിക്കണം, പ്രിൻസിപ്പിൾ ഓഫ് ഫുഡ് പ്രിസർവേഷൻ, ആ 4 പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിക്കണം. പിന്നെ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സിൽ ഫ്രീസ് ഡ്രൈയിങ്, ക്യാനിങ്, പാസ്ചറൈസേഷന്, ബോയിലിംഗ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, സെല്ലുലാർ സ്റ്റോറേജ്. ഇതിൽ ബാക്ടീരിയോസൈഡൽ മെത്തേഡ്സ് ഏതാണ്, ബാക്ടീരിയോസ്റ്റാറ്റിക് മെത്തേഡ്സ് ഏതാണെന്ന് സെപ്പറേറ്റ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ ചാപ്റ്റർ 5 എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ ചോദിക്കാം, കമൻറ്റിൽ ചോദിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ.